തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ചുള്ള എക്സിബിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ചേട്ടാ മെയ്യഴകം സിനിമ കണ്ടിട്ടുണ്ട്. 249 രൂപ റേറ്റ് വരുന്നൊരു ബാഗ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ബാഗ് നമ്മുടെ പ്രണവ് മോഹൻലാൽ ഇട്ട് കിടക്കുന്നത് കാണാൻ പറ്റും. ആൾ ഇങ്ങനത്തെ ബാഗാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. എയർപോർട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ കാണാം ഇങ്ങനത്തെ ബാഗ് ഇട്ട് വരുന്നത് പ്രണവ് മോഹൻലാൽ. അങ്ങനെയൊക്കെ ഉണ്ട് പ്രണവ് മോഹൻലാൽ. അങ്ങനത്തെ ന്യൂജനായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ സുഖം ഇങ്ങനത്തെ ബാഗുകളൊക്കെ. നല്ല സ്റ്റൈലാണ്. പിന്നെ കുറെ കാലത്തിന് മുന്നൊക്കെ ഇങ്ങനത്തെ ഒക്കെ ആയിരുന്നു ക്യാരി ബാഗ്സ് ഒക്കെ. കൊള്ളാം. ബ്ലാക്കില് സൂപ്പർ ബാഗുകളൊക്കെയാണ്. നല്ല സ്റ്റൈലാണ്. അതെ അതെ ശരി ശരി നല്ല രസമുണ്ട്. നമ്മള് അവിടെ നിന്ന് ഇറങ്ങി പ്രണവിന്റെ ബാഗ് കണ്ടു. അടിപൊളിയല്ലേ പ്രണവിന്റെ ബാഗ് കണ്ടു. ഇപ്പൊ ഇവിടെ ഒരു ഓർണമെന്റ്സ് സംഭവമൊക്കെ ഉണ്ട്. ഫുൾ ഐറ്റംസ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാ. ജോർജറ്റിന്റെ സ്റ്റഫുകളാണ് കൂടുതലായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ടോപ്പ് വാങ്ങിക്കാം, കൂടെ ഷോള് വാങ്ങിക്കാം, കൂടെ കമ്മല് മാല എല്ലാം വാങ്ങിക്കാം. അങ്ങനെ ഒരു കോംബോ ആണ്. പാദസരൊക്കെ ഉണ്ട്. കോംബോ അല്ല, എല്ലാം ഉണ്ട് ഇവിടെ. ഒരെണ്ണമായിട്ട് മാത്രല്ല, എല്ലാ സംഭവം ഉണ്ട് ഇവിടെ അല്ലേ. കൊള്ളാം. അത് അവസാന ഘട്ടത്തിലേക്ക് നമ്മള് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അച്ചാറുകളാണ്. ഹോംമേഡ് അച്ചാറായിട്ട് ഇവിടെ മൊത്തം. സരിത നല്ല ടേസ്റ്റുള്ള അച്ചാറായിരിക്കും. കടുമാങ്ങ അച്ചാറിട്ട് എങ്ങനെ നോക്കാം. അഭിപ്രായം പറയാം. അടിപൊളി. നല്ല കടുമാങ്ങ അച്ചാറ് കൊള്ളാം. കടുമാങ്ങ അച്ചാർ കഴിക്കാൻ വേണ്ടി എല്ലാരും എക്സിബിഷൻ വരുമ്പോ ഇവിടെ വന്നാൽ അടിപൊളി. ഈ അച്ചാർ എന്താ റേറ്റ് വരുന്നത്? 150 രൂപയ്ക്ക് കിടുവാണ് അച്ചാർ. സരിത ഫുഡ് പ്രൊഡക്ട്സ്. 40ഓളം വെറൈറ്റി അച്ചാറുകൾ ഉണ്ട് ഇവിടെ. അതെ അതെ ശരി. 150 രൂപയാണ്. എത്ര? 40ഓളം വെറൈറ്റി. അതല്ലേ 40ഓളം. 100 തൊട്ട് 150 വരെ റേറ്റ്. 40ഓളം വെറൈറ്റി അച്ചാറുകളുണ്ട്. വെജ് മാത്രം ഉണ്ടോ ഇവിടെ? നോൺ വെജ് നമ്മൾ കൊടുക്കും. അല്ല നമ്മൾ കൊടുക്കും. ഇവിടെ വെക്കാൻ പറ്റില്ല, അമ്പലത്തിന്റെ അടുത്തായതുകൊണ്ട്. നോൺ വെജ് അച്ചാറൊക്കെ ഓർഡർ ആയിട്ട് കൊടുക്കും. താങ്ക്സ്. തൃശ്ശൂർ എക്സിബിഷന് അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അച്ചാർ അടിപൊളി അടിപൊളിയല്ല അച്ചാർ. 40 തരം അച്ചാറുകൾ വെജ് 100 മുതൽ 150 രൂപ വരെ റേറ്റ്. അതെ മഹാദേവന്റെ തന്നെ വെജ്. മഹാദേവന്റെ അമ്പലം വെജ് ഐറ്റംസ്. നോൺ അച്ചാർ ഇവിടെ ഇല്ല. നോൺ ഉണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. വീട്ടിലുണ്ട്. അത് ഹോം ഡെലിവറി. അത് നമ്മൾ ആവശ്യപ്പെട്ടാൽ നമുക്ക് കൂടുതൽ എത്തിച്ചു തരും. തിയേറ്ററിൽ എത്തിയ പോലെയാണ്. നമുക്ക് പോപ്കോണിന്റെ സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട്. എന്ത് വിലയല്ലേ പോപ്കോണൊക്കെ തിയേറ്ററിൽ. ഞങ്ങൾ അടുത്ത് പോയപ്പോ എന്ത് വിലയായിരുന്നു തിയേറ്ററിൽ. നല്ല സ്മെല്ലാണ് പോപ്കോൺ. അതെ അതെ കൊള്ളാം. ഇവിടെ ഫുഡ് ഐറ്റംസുകളൊക്കെ ഉണ്ട്. അവസാനം നമ്മള് നമ്മുടെ സ്ഥലത്ത് എത്തി. അതൊക്കെ ഇവിടെ ബാഗുകളുണ്ട് കേട്ടോ. അതെ 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 അതൊക്കെ നോക്കിയാ നമ്മുടെ ഈ സ്ഥലത്തേക്ക് എത്തിയാണ്ടില്ല. ഓക്കെ കൊള്ളാം. അതാണ് നമ്മുടെ അവിടെ കുറെ ബാഗുകൾ ഒരു കമനീയ ശേഖരം. അതെ ശരി ശരി. പിന്നെ കുറെ കൊട്ട കാര്യങ്ങളൊക്കെ. മുറം. ഇതൊക്കെ 3 മുറത്തിന് 100 രൂപ. പ്ലാസ്റ്റിക് മുറത്തിന്. പ്ലാസ്റ്റിക്കിന്റെ മുറാണത്. 3 മുറത്തിന് 100 രൂപ. ഈ വീഡിയോ കാണുന്ന അമ്മമാരെല്ലാവരും മുറം കാണുമ്പോ ഞെട്ടും. അത് 3 മുറ എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുത്, ചെറുത്, അങ്ങനെയാണ്. ഒന്ന് ഏറ്റവും ചെറുത്, പിന്നെ കുറച്ച് വലുത്, പിന്നെ കുറച്ച് വലുത്. കുഴപ്പമില്ല. അപ്പൊ 3 രീതിയിൽ കാര്യങ്ങൾ ഉപയോഗിക്കാം നമുക്ക്. ഒരെണ്ണം നെല്ലിനും, ഒരെണ്ണം പരിപ്പിനും, ഒരെണ്ണം കടലയ്ക്കും നമുക്ക്. പിന്നെ സാധനങ്ങളൊക്കെ വെക്കാനുള്ളതൊക്കെ പ്ലാസ്റ്റിക്കിന്റെ അങ്ങനെയൊക്കെ ഉണ്ട്. കണ്ടില്ലേ ഫുള്ള് 30 രൂപ. ഏതെടുത്താലും 20 രൂപ 30 രൂപ അങ്ങനെയൊക്കെ റേറ്റുകളുള്ളൂ. അങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ശരിയാണ്. അത് തന്നെ. പിന്നെ ഇവിടെ ഷർട്ട് അച്ഛൻ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങള്. ഷർട്ട് ജുബ ഉണ്ടല്ലോ. ജുബ ഇട്ടാ ഫുള്ള് പച്ച എടുക്കാൻ നോക്കി. പച്ച ഞങ്ങള് കണ്ടത് ഇതായിരുന്നു. ഞങ്ങള് കണ്ടത് ഇതായിരുന്നു. പക്ഷെ അത് അതെ. അപ്പൊ അച്ഛന് ജുബാന്ന് പറഞ്ഞാ ഭയങ്കര പ്രണയാണ്. അപ്പൊ അച്ഛൻ ജുബിട്ടപ്പോ ഒരു കോമ്പിനേഷൻ ഞാനും ജുബിട്ടു. അപ്പൊ അത് അവിടെ റൈഡും കാറിലൊക്കെ ഉണ്ട്. കുറച്ചേരം അങ്ങോട്ട് പോകണം. 2 റൈഡിന് ഞാൻ കേറിയുണ്ട് അല്ലേ.
പ്രാവശ്യം കയറാൻ പറ്റുമോ അറിയില്ല. സമയം ചിലപ്പോ ഉണ്ടാവുള്ളൂ. ആ ഭയങ്കര എന്ത് ഇങ്ങനെയൊക്കെ പോയി ഇങ്ങനെയൊക്കെ പോകും. നമ്മളീ പുറമെ നിന്ന് കാണുന്ന പോലെ അതിൽ കയറുമ്പോഴാണ് അതിന്റെ അനുഭവം. അതെ അച്ഛൻ കയറിയില്ലല്ലോ, ഉയർത്തേന് കയറിയിരുന്നു അച്ഛൻ. ഇവിടെ കടലിനടിയിലെ അത്ഭുത കാഴ്ചകളുണ്ട്. അപ്പോൾ AC ആണ് ഇതിനകം. അടിയിലെ അത്ഭുത കാഴ്ചകൾ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതെ അതെ 100 രൂപയാണ് ഒരു ടിക്കറ്റ് വില. അത് കയറി കാണേണ്ടവർക്ക് കാണാം കേട്ടോ. അതെ അതൊരു പരിപാടിയാവും. കടലിന്റെ അടിയിലത്തെ സംഭവമാണ്. അപ്പോ നമ്മള് പോണില്ല, സമയമില്ലാത്തോണ്ട് നമുക്ക് അല്ലാത്തവർക്ക് കാണാനുള്ള സംഭവമാണ് ഈ കാണുന്നത്. അല്ലാത്തവർക്ക് കാണാനുള്ളതാണ്. അല്ലാത്തവർക്ക് ഇത് കണ്ട് സന്തോഷപ്പെടാം. അടിപൊളി പരിപാടി. ഒരു കുടുംബത്തോടൊപ്പം തൃശൂർ പൂരം മൈതാനിയിലെ ആന്റലിയ ഓഷ്യൻ വേൾഡിലേക്ക്. ഇത്തവണത്തെ പൂരം എക്സിബിഷന്റെ ഹൈലൈറ്റ് ആന്റലിയ ഓഷ്യൻ വേൾഡ്. കണ്ടില്ലേ, അതാണ് സംഭവം. അപ്പൊ നമുക്ക് റൈഡും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഭയങ്കര ശബ്ദമാണ്. റൈഡ്. അപ്പൊ അതിന്റെ ശബ്ദമാണ് കേട്ടത്, ഭയങ്കര ശബ്ദം. ഇനി എക്സിബിഷൻ ഇതുവരെ കഴിഞ്ഞു. ഇനിയിപ്പോ അവിടെയാണ് എക്സിബിഷൻ ഉള്ളത്. അവിടെ ഉണ്ട് കുറെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടല്ലോ ഇതിൽ കേറാത്ത എന്തുകൊണ്ടാന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യം കയറിണ്ടായിരുന്നു. എന്താ വെച്ചാ ഒരു ചില്ലിന്റെ ഇങ്ങനെ സംഭവമാണ്. അതിനകത്ത് ഫുള്ള് വെള്ളം സ്റ്റോർ ചെയ്തിട്ട് അതിനകത്ത് കുറെ മീനുകള്, പലതരത്തിലുള്ള മീനുകൾ ഉണ്ടാവും. അതാണ് കടലിനടിയിലെ സംഭവം കാണാൻ അത്ഭുത കാഴ്ചകൾ. വേറെ ഒന്നുമില്ല. പലതരം മീൻ, ഒട്ടോബസ്, അങ്ങനത്തെ നമ്മളൊക്കെ ഉണ്ടാവും. ചെറിയ സ്രാവൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ആയിട്ടുള്ള വീഡിയോസ്. അത് ഒരു ചില്ലിന്റെ അടിയില് മുന്നേ പ്രാവശ്യം, അടുത്ത പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ കയറാത്തത്. കണ്ടതിനും അടുത്ത സംഭവം. അതുപോലെ തന്നെ ഇതിന്റെ തന്നെ വേറൊരു വേർഷൻ നമ്മുടെ ചാവക്കാടിന്റെ ഒരു സംഭവം. അതെ അതെ, അതിലേക്ക് നമ്മുടെ കടലിലുള്ള എല്ലാത്തരം മത്സ്യങ്ങളും എല്ലാതരം സാധനങ്ങളും അവിടെ ഒരു അക്വേറിയം പോലെ എല്ലായിടത്തും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. ഇവിടെ ചായ, സർവത്തൊക്കെയാണ് ഇവിടെ സംഭവം, ഫ്രഷ് ജ്യൂസ്, അങ്ങനെ തണുപ്പേറിയ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. പിന്നെ ഇവിടെ നമ്മൾ വന്നപ്പോൾ കാണുന്നത് സംഭവം കാര്യങ്ങളും. അതെ, ഇവിടെ സംഭവങ്ങളൊക്കെയാണ്. അടിപൊളിയാണ്. റൈഡൊക്കെ ഇപ്പൊ സ്റ്റോപ്പായി. ഇനി അടുത്ത ആൾക്കാരെ സെറ്റപ്പ് ചെയ്ത് നിർത്തണം. ഞങ്ങള് എപ്പോഴും സംസാരിക്കുമ്പോ വീഡിയോയിൽ ഒരുമിച്ച് വരുന്നില്ല എന്ന് പറയും. പക്ഷെ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് നീങ്ങി പോകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോണതാണത്. ഒരുമിച്ച് എത്താൻ പറ്റാത്തതാണത്. അതെ, ഇവിടെ ഉണ്ടല്ലോ ജുബകളുണ്ട്. കൊള്ളാം. ജുബക്ക് എന്താ വില ഏട്ടാ? ജുബ്ബ 650 സ്റ്റാർട്ടിങ്. 650 650 സ്റ്റാർട്ടിങ്. കൊള്ളാം. കോട്ടന്റെ അല്ലേ? ഫുൾ കോട്ടൺസ് ആണ് മൊത്തം. പ്യൂർ കോട്ടൺ. അജറക് പ്രിന്റ് അല്ലേ? അജറക് പ്രിന്റ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ദീർഘകാലങ്ങളായിട്ട് രോഗം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി, മരുന്നിനും ഭക്ഷണത്തിനും വേണ്ടി, അവരെ കിടപ്പ് രോഗികൾക്ക്, പിന്നെ അവരെ സിബ്ലിങ്സിനെ പഠിക്കാൻ വേണ്ട സഹായം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ട്യൂഷൻ ഫീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ്. ഓ, അപ്പൊ എന്റെ വക സമ്പാദന ഇരുന്നോട്ടെ കേട്ടോ. അതെ അതെ, ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളണ്ടിയേഴ്സ് ആണ്. ഇവര് ഇന്റേൺസ് ആണ്. BSW MSW ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. ഞങ്ങൾ വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഞങ്ങൾ സ്വലസിനെ സർവ് ചെയ്യാനും ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യാം. ഞങ്ങള് കുറെ പേരുണ്ട്, വോളണ്ടിയേഴ്സ് കുറെ പേരുണ്ട്. ഓരോരുത്തരും മാറി ഞങ്ങൾ ഇവിടെ ഇവരെ കൂടെ ഷീജ. ഞാൻ KSEB-ലായിരുന്നു. ആ മാഡം സ്വലസിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഇവിടെ ഇൻസ്റ്റന്റ് ബിരിയാണി മിക്സ്. ബിരിയാണി 12 മിനിറ്റ് കൊണ്ട് ബിരിയാണി. 1 ലിറ്റർ വെള്ളം. ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, ബീഫ് ആണെങ്കിൽ ബീഫ് ഇട്ട് കഴിഞ്ഞാൽ വെറും 12 മിനിറ്റ് 5 പേർക്കുള്ള ബിരിയാണി റെഡി. എല്ലാ ഐറ്റംസ് സബോള പോലും നിങ്ങൾ അരിയണ്ട. അതുപോലെ നമ്മുടെ എന്താ പറയാ ഇൻസ്റ്റന്റ് ഗ്രീൻ പീസ് മസാലകള്, അതുപോലെ തന്നെ ഫിഷ് മസാല, ചിക്കൻ മസാല. മസാല അല്ല, അതായത് അതില് എല്ലാ കണ്ടന്റും ഉണ്ട്. ചിക്കൻ മാത്രം ഇട്ടാൽ മതി, ബാക്കി എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫിഷ് ആണെങ്കിൽ ഫിഷ് കറി വയ്ക്കാം, ഫിഷ് മാത്രം ഇട്ടാൽ മതി. ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നമ്മുടെ സ്കിൻ സോപ്പുകൾ, റെക്കമെൻഡ് ചെയ്യുന്ന സോപ്പ്, അതുപോലെ തന്നെ പേസ്റ്റ്, ഡിന്നോർ, അതൊക്കെ നമ്മൾ ആമസോണിൽ കിട്ടുന്നതാണ്. 270 രൂപ വരുന്നതാണ് ഇവിടെ 170 രൂപയ്ക്ക് കൊടുക്കണം. അതല്ലേ?
നമ്മൾ പുതിയ ഓൺലൈൻ സ്റ്റോർ ആണ് കണ്ടില്ലേ, ഓഷ്യ. ഇതില്ലേ ഓഷ്യ ഷോപ്പിംഗ് പോർട്ടൽ അംഗമാ. ഏകദേശം 44 ഔട്ട്ലെറ്റുകൾ ഉണ്ട് കേരളത്തില്. അതല്ലേ. ഓൾ ഓവർ ഇന്ത്യ ഏകദേശം 400 ഔട്ട്ലെറ്റ് ഉണ്ട്. ഇവിടെ MG റോഡാണ്, ജയലക്ഷ്മിയുടെ അടുത്താണ് വരുന്നത്. ജയലക്ഷ്മിയുടെ അവിടെ ഫുൾ ഐറ്റംസ് ഇൻസ്റ്റന്റ് ആയിട്ട്. ഫുൾ ഇൻസ്റ്റന്റ്. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കാവുന്ന സംഭവങ്ങളാണ്. ഗ്യാപ്സ് നമുക്കറിയാലോ, ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. കെമിക്കൽ ഫ്രീ ആണ്. ഗ്യാപ്സ് മില്ലറ്റിന്റെ പ്രൊഡക്റ്റുകളാണ്. അതുപോലെ തന്നെ ഇതും കണ്ടില്ലേ, ഇതൊക്കെ ചെറിയൊരു ഫുഡ് ഐറ്റംസ് അല്ലേ? ഫുഡ് ഐറ്റംസ് ആണ്. 80 രൂപ വരുന്നുള്ളൂ. കുക്കീസ് പല ടൈപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ഗുലാബ് ജാം, കേസരി, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോ ഇൻസ്റ്റന്റ് ആയിട്ട്. അതെ, ഇപ്പൊ എല്ലാ ട്രെൻഡാണ്. ഇപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് എല്ലാം നമുക്ക് ചെയ്യണമെന്ന് പെട്ടെന്ന് അങ്ങനെ സാധാരണയായിട്ടെല്ലാം ചെയ്യാൻ പറ്റും. വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ എക്സിബിഷന് വന്നാ ഇവിടെ വന്നാൽ മതി. പേര് സജീവ്. ഈ ചേട്ടൻ അടുത്ത് വന്നാൽ മതി. അടിപൊളി സാധനം കിട്ടും. ഞങ്ങളൊരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മളൊരു സാധനം മേടിച്ചിട്ട് സുനിൽ കുമാർ 98 ഗുരുവായൂർ. ചേട്ടാ മെയ്യഴകം സിനിമ കണ്ടുണ്ടോ? അതില് അരവിന്ദ സ്വാമിനെ അറിയില്ലേ? ആര് കട്ടുണ്ട് ചേട്ടൻ? അരവിന്ദ സ്വാമി ശരിയാ, കറക്റ്റാ. ശരിയാണ്. അതെ, ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് കണ്ടു വന്നപ്പോ അരവിന്ദ സ്വാമി ഇരിക്കണ കണ്ടപ്പോഴാണ് വന്നത്. പിന്നെയാണ് മനസ്സിലായത് അരവിന്ദ സ്വാമി എല്ലാத்தைയും പറഞ്ഞത്. ഓക്കെ, നിരഞ്ജൻ. ഒരുപാട് പേര് അങ്ങനെ വാട്സാപ്പിൽ അയക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ അരവിന്ദ് സ്വാമിയുടെ ഒരു ലുക്ക് ഉണ്ട്. അപ്പൊ അദ്ദേഹം മദ്രാസിൽ ഒരു 3 വർഷത്തോളം വർക്ക് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് കൂട്ടുകാരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ വാട്സാപ്പിൽ പുള്ളിക്ക് അദ്ദേഹത്തിന് അയച്ചുകൊണ്ടിരിക്കുന്നത്, സാറിന് നിന്നെ കാണാൻ അരവിന്ദ് സ്വാമിയുടെ ലുക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്ക് ആദ്യത്തെ ഒരു അറിവല്ല എന്ന് മാത്രം പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞത് നിങ്ങൾ ഇതേപോലെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അവിടെ കണ്ട പോലെ ഉണ്ട്. ഇത് സിനിമ പിന്നാണ് അരവിന്ദ് സ്വാമി. ഇളനീരിന്റെ ഒരു ശേഖരമുണ്ട് ഇവിടെ. നടന്ന് തളർന്ന് ക്ഷീണിച്ചവർക്ക് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള അടിപൊളി ഇളനീര്. പിന്നെ ഇവിടെ നിന്ന് കിടന്നു പിന്നെ മസാലകൾ, കോളിഫ്ലവർ വറുത്തത്, അതുപോലെ മറ്റേത് മുളക് ബജ്ജി ഇഷ്ടം പോലെ. അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് കോളിഫ്ലവർ വറുത്തത്. അടിപൊളി സാധനമാണ് കോളിഫ്ലവർ വറുക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടാ പറഞ്ഞു. ഭയങ്കര ചൂടില്ലേ? ഭയങ്കര ചൂട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ മൊത്തം റൈഡുകൾ ഇവിടെ മൊത്തം. ഓക്കെ, ഇവിടെ അവിടെ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുക. കോളിഫ്ലവർ അല്ലേ? അതെ, കോളിഫ്ലവർ. അതെ, ഇപ്പൊ അവിടെ മൊത്തം റൈഡുകളും കാര്യങ്ങളൊക്കെയാണ്. ചെറിയ പിള്ളേരെ വിട്ടിട്ട് വലിയ പിള്ളേർക്ക് വരെ പറ്റിയ റൈഡുകളും കാര്യങ്ങളും. ഞങ്ങള് ബ്രഹ്മകുമാരി ശിശു വിശ്വവിദ്യാലയം കേട്ടിട്ടില്ലേ? നമ്മൾ 145 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റി. അപ്പൊ സെൽഫിനെ കുറിച്ചുള്ള താങ്കളുടെ ആത്മാവാകുന്നു. അപ്പൊ എനർജി സോഴ്സ് ആത്മാവാണ്. അതെ, അത് ആത്മാവാണ് ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻസ് ആണ്. ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് അടിസ്ഥാനം ആത്മാവാണ്. ആത്മാവെന്ന് പറഞ്ഞ എനർജി. ഈ എനർജി ഒരിക്കലും നശിക്കില്ല. അത് എനർജി നശിക്കില്ല എന്നുള്ളത് നമ്മുടെ സയൻസിൽ നമുക്ക് അറിയാലോ. നമ്മുടെ ശരീരത്തിനെ ചലിപ്പിക്കുന്നത് ഈ കണ്ണുകൊണ്ട് കാണുന്നതും ചെവികൊണ്ട് കേൾക്കുന്നതും വായോണ്ട് സംസാരിക്കുന്നതൊക്കെ ആത്മാവാണ്. അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസാണ്. അതായത് സെൽഫ് നോളേജ് കൊടുക്കുന്ന ഒരു വിദ്യാലയമാണ്. ഇവിടെ തൃശ്ശൂർ ടൗണിൽ തന്നെ 3 വിദ്യാലയങ്ങളുണ്ട്. ഒന്ന് തിരുവമ്പാടി അമ്പലത്തിൻ്റെ അവിടെ ഉണ്ട്, ഒന്ന് ആരനാട്ടിൽ ഉണ്ട്, ഒന്ന് പറവട്ടാനിയിലുണ്ട്. 3 സ്ഥലത്തായിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ 10-12 ഉണ്ട്. കൊള്ളാല്ലേ? എല്ലാം ഉണ്ട്. ഇവിടെ കണ്ടിരിക്കേണ്ട യഥാർത്ഥ സംഭവങ്ങളാണ് ഇവിടെ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കണ്ടിരിക്കാൻ അറിഞ്ഞിരിക്കേണ്ടത്.
കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മള് ഈ ലഹരി ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് നമ്മൾ യൂണിവേഴ്സിറ്റി തന്നെ പറയണത് UN തന്നെ പറയണത് 94% ഓഫ് ഡിസീസ് ബിക്കോസ് ഓഫ് മൈൻഡ് പവർ ഇല്ല. അപ്പൊ അതിനെ ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ശരി, കാരണം ഇതിന്റെ ആത്മാവിന്റെ ഉള്ളിലുള്ള മെയിൻ ക്വാളിറ്റീസ് ആണ് മൈൻഡ്, റിസോൾവേഴ്സ്. ഇതിനെ നമ്മൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങളൊരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി. നമ്മുടെ ആത്മാവിന് ശക്തി കൊടുക്കുക, ആത്മാവിന് ശക്തി കൊടുക്കുക, അതായത് മൈൻഡും ബുദ്ധിയും ശക്തിയാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇവിടെ യോഗശാസ്ത്രം, ജീവിതാത്മ, പരമാത്മ, യോഗ മൈനസ് യോഗയാണ് മൊത്തം. എല്ലാത്തിനും കുറച്ചുള്ള ബുക്സും ഉണ്ട് കേട്ടോ. മെഡിറ്റേഷൻ, അതെ, യോഗയാണ് മെഡിറ്റേഷൻ മെയിൻ ആയിട്ട്. ഇവിടെ പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല. ഇവിടെ വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടില്ലല്ലോ. അച്ഛൻ കിട്ടും ഇതൊക്കെ ഡോക്ടർ റാണി മേനോൻ ഓർമ്മ ഉണ്ടോ? മാത്സ് വിഷയം നമ്മളവിടെ അവിടത്തെ പരിപാടിക്ക് ഇവിടെ കുട്ടാടൻ നിറവ് അവിടെ കണ്ടില്ല. അവിടെ ഇതേപോലെ ആളുണ്ടായിരുന്നില്ലല്ലോ, ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ. അപ്പൊ അങ്ങനെയാ അവിടെ അന്നും ആളുണ്ടായിരുന്നില്ല, ഇന്നും ഇവിടെ ആളുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങള് ഇത്ര നേരം കൊച്ചു നേരമായിട്ട് റോക്കി ബായ് ആയിട്ട് കുറച്ച് കാലം സംസാരിച്ചു. ആള് ധൃതിയില സോഡ കുടിക്കായിരുന്നു. പുറകില് റോക്കി ബായ് സോഡ കുടിക്കുക. KGF-ലുള്ള വയലൻസ്. അപ്പൊ ഞാന് ചായ വാങ്ങിച്ചു, അച്ഛനും ചായ വാങ്ങിച്ചു. ഒരു മസാല ദോശ അല്ലേ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് കുറച്ചതിനകത്ത് തിരുവന് റോസ്റ്റ് ഒരുപാട് നല്ല നല്ല ഐറ്റംസുകൾ ഒരുപാട് പോലുണ്ട്. അപ്പൊ ഞങ്ങള് പറഞ്ഞു കുറച്ച് ചായ കുടിക്കേണ്ട കാര്യം. ചായ കുടിച്ചു. അവിടെ ഞങ്ങള് മസാല ദോശ ഇച്ചിരി റേറ്റ് കൂടുതലായിരുന്നു. 2 മാസമല്ലേ ഉള്ളു. അപ്പൊ അവര് റെന്റ് കൊടുത്ത് ഹൈ ലെവലില് റെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് അതിന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടണമെങ്കിൽ ഇച്ചിരി വില കൂട്ടി വിറ്റാൽ അവർക്ക് കിട്ടും. നമ്മൾ ആരും കുറ്റം അതെ, ഈ കാണുന്ന റൈഡൊക്കെ ഉണ്ടല്ലോ, ഈ റൈഡിലൊക്കെ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര മറ്റേ റൈഡ് നമ്മൾ പുറമെ കാണുന്ന പോലല്ല, അത് കയറി കഴിഞ്ഞാൽ അതുപോലെയാണ്. സൂപ്പറാണ്, എക്സ്പീരിയൻസ് അടിപൊളിയാട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്കൊന്ന് മേടിക്കാം. അതായത് എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചില വില കുറവുണ്ട്. ഇപ്പൊ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അതറിയാലോ, വേറൊരു ഇതിൽ വരുന്ന ഐറ്റമാണ്, കാറ്റഗറിയാണത്. അപ്പൊ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് റേറ്റ് വരും. അതിനെന്തായാലും അത് എവിടെ നമുക്ക് അറിയാൻ പറ്റും. ബാക്കിയുള്ള കുറെ സാധനങ്ങളൊക്കെ റേറ്റ് കുറവുണ്ട്. അതുപോലെ ഡ്രസ്സുകൾക്ക് ഉണ്ട്, അങ്ങനെയുള്ള ഐറ്റംസുകൾ കുറെ ഐറ്റംസുകൾ കുറവുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഞാൻ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.